നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഡൽഹിയിൽ നടക്കുന്ന കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ ടിവി, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈബ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൊരട്ടി ചിറങ്ങരയിൽ ആകാശ നിരീക്ഷണവുമായി വനംവകുപ്പ്. കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി വനംവകുപ്പ് അന്വേഷണം ഊർജിതമാക്കി. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗാർത്ഥികളെയും തൊഴിലന്വേഷകരെയും സഹായിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ നഗരസഭ തൊഴിൽ സഹായ കേന്ദ്രം ആരംഭിച്ചു. ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും ജോലിക്ക് അപേക്ഷിക്കാനും സഹായിക്കുന്നതിനായി ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കും. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ നടക്കുന്ന കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ ടിവി, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈബ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ഡിജിറ്റൽ ടിവി, ബ്രോഡ്ബാൻഡ്, OTT ബ്രാൻഡുകളെ കേരളത്തിന് പുറത്ത് വ്യാപകമായി പരിചയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് ആകമാനം ബിസിനസ് വിപുലീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ ടിവി, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ തുടങ്ങിയത്. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈബ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈബ് പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ച സ്റ്റാളുകളുള്ളത് ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിലാണ്. സ്റ്റാളുകളുടെ ബൂത്ത് നമ്പർ E473 ഹാൾ നമ്പർ 5 ഉദ്ഘാടന ചടങ്ങിൽ KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ രാജൻ KV, അനിൽ മംഗലത്ത്, സുരേഷ് കുമാർ എന്നിവരും ഡയറക്ടർമാരായ റോണി, ബിജു, നവാസ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ, ടെക്നിക്കൽ ഹെഡ് മനു തുടങ്ങിയവരും പങ്കെടുത്തു. മാർച്ച് 19 ആരംഭിച്ച എക്സ്പോ 21 സമാപിക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൊരട്ടി ചിറങ്ങരയിൽ ആകാശ നിരീക്ഷണവുമായി വനംവകുപ്പ്. കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ചിറങ്ങരയിൽ ചൊവ്വാഴ്ചയും പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് വനംവകുപ്പ്. പുലിയെ കണ്ടെത്താൻ നിലവിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിനായി 5 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 4:30 ആകാശ നിരീക്ഷണം നടത്തുമ്പോൾ 2 ദിവസം മുൻപ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പുലിയെ കണ്ട വീടിന്റെ പുറകിലായി പോത്തിനെ അഴിക്കുവാൻ പോയ പരിസരവാസി കണ്ണമ്പുഴ ഡേവിസ് പുലിയെ കണ്ടതായി പരിശോധക സംഘത്തെ അറിയിക്കുകയും തുടർന്ന് അവിടെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. പുലിയെ കണ്ടെത്താൻ നിലവിൽ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിനായി 5 ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. മംഗലശ്ശേരി, വഴിച്ചാൽ വാർഡുകളിലാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ പുലിയെ കണ്ടതിന് സമീപമുള്ള 3 വാർഡുകൾക്ക് പുറമെ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോൺ നിരീക്ഷണവും നടത്തിവരുന്നു. വൈഗ ത്രെഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി. ഇതോടൊപ്പം പുലിയെ പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂട് വയ്ക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയെന്ന് റേഞ്ച് ഓഫീസർ VJ ജീഷ്മ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചിറങ്ങരയിലെത്തിയ പുലി വളർത്തുനായയെ പിടികൂടിയതോടെ പ്രദേശത്തെ ജനങ്ങൾ പരിഭ്രാന്തിയിലാവുകയായിരുന്നു. തുടർന്ന് ചിറങ്ങരയുടെ വിവിധ ഭാഗങ്ങളിൽ പാദം പുലിയുടേതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. അതേസമയം കഴിഞ്ഞ രാത്രി വഴിച്ചാൽ റെസിഡൻസ് അസോസിയേഷന്റെ ക്യാമറയിൽ പതിഞ്ഞ പുലിയെന്ന് നാട്ടുകാർ സംശയിച്ച ജീവി നായയുടേതാണെന്ന് വനംവകുപ്പ് പരിശോധനയിൽ തെളിഞ്ഞു. ഇതിനു പുറമെ കൊരട്ടി മഠംകുളം ഭാഗത്ത് കണ്ടെന്ന് പറയുന്ന പാദവും നായയുടേതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മേലൂർ പൂലാനിയിൽ കണ്ടതായി പറയുന്ന ജീവി മ്ലാവാണെന്ന് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. പരമാവധി രാത്രി സമയത്തും പുലർച്ചെയും ഒറ്റയ്ക്കുള്ള സഞ്ചാരങ്ങൾ ഈ മേഖലയിൽ ഒഴിവാക്കണമെന്നും എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ വനംവകുപ്പിനെ അറിയിക്കേണ്ടതുമാണ്. ആകാശ നിരീക്ഷണത്തിന് റേഞ്ച് ഓഫീസർ VJ ജീഷ്മ, തഹസിൽദാർ PK ജേക്കബ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാരായ PV അജയകുമാർ, ആൽബിൻ ആന്റണി, RR ടീം പഞ്ചായത്ത് അംഗം വർഗീസ് പയ്യപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊരട്ടി.
ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭ നഗരത്തിൽ സാംസ്കാരിക യാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. നഗരസഭാ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച സാംസ്കാരിക റാലി നഗരം ചുറ്റി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക ചത്തുരത്തിൽ സമാപിച്ചു. നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിദ്യാർത്ഥി യുവജന സംഘടനകൾ, കലാ സാംസ്കാരിക സാമൂഹിക സംഘടനകൾ, ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകൾ, വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, ഹരിതകർമ്മസേന, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, വ്യാപാരികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ലയൺസ്, റോട്ടറി ക്ലബ്ബുകൾ എന്നിവർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൊടുങ്ങല്ലൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് വി.കെ. രാജു ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബാലസുബ്രഹ്മണ്യൻ, ചെയർമാൻ പള്ളി ഖത്തീബ് അബ്ദുൾ അസീസ് നിസാമി, കിഡ്സ് കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനി മോൾ, വൈസ് ചെയർമാൻ വി.എസ്. ദിനൽ, ലതാ ഉണ്ണികൃഷ്ണൻ, കെ.എസ്. കൈസാബ്, എൽ.സി. പോൾ, ഒ.എൻ. ജയദേവൻ, ഷീല പണിക്കശ്ശേരി, കെ.ആർ. ജൈത്രൻ, ടി.എസ്. സജീവൻ, വി.എം. ജോണി, ചെയർമാൻ മഹല്ല് പ്രസിഡന്റ് റഫീഖ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധി ടി.കെ. ഷാജി, വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി അമർലാൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കോട്ടപ്പുറം കിഡ്സ് വിദ്യാർത്ഥികൾ ലഹരി ഉപേക്ഷിക്കൂ, ജീവിതം ആസ്വദിക്കൂ എന്ന നാടകം അവതരിപ്പിച്ചു. കുഴൂർ കാക്കുളിശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളും കൂട് തുറക്കൽ ശുശ്രൂഷ ചടങ്ങും ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലി, ഊട്ടുനേർച്ച എന്നിവ നടന്നു. ഇരിങ്ങാലക്കുട രൂപത ഫാദർ ലിജോ കോങ്കോത്ത് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. രക്ഷകനായ ഈശോയുടെ വളർത്തുപിതാവും സംരക്ഷകനുമായി വിശുദ്ധ ഔസേപ്പിതാവിനെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവതരിച്ച വചനത്തിന് ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച ഔസേപ്പിതാവിനോടൊപ്പം നിർമ്മല ഹൃദയത്തോടെ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗാർത്ഥികളെയും തൊഴിലന്വേഷകരെയും സഹായിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ നഗരസഭ തൊഴിൽ സഹായ കേന്ദ്രം ആരംഭിച്ചു. തൊഴിലന്വേഷകരെ ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും ജോലിക്ക് അപേക്ഷിക്കാനും സഹായിക്കുന്നതിനായി നഗരസഭയിൽ ഇനി മുതൽ ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കും. തൊഴിലന്വേഷിക്കുന്ന മുഴുവൻ പേർക്കും തൊഴിൽ ലഭിക്കുവാൻ വേണ്ട സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്ന വിജ്ഞാന സേവന കേന്ദ്രമാണ് ആരംഭിച്ചിട്ടുള്ളത്. നഗരസഭയുടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ചെയർപേഴ്സൺ ടി.കെ. ഗീത സെന്റർ ഉദ്ഘാടനം ചെയ്തു. ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ഏകദേശം 4,000-ഓളം പേര് 2023 മുതൽ ഇവിടെ ജോലിക്ക് വേണ്ടി രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ 35ഓളം പേർക്ക് നിലവിൽ ജോലി ലഭിക്കുകയുണ്ടായി. ഇനി പുതിയ ആളുകൾക്ക് ഇവിടെ വന്ന് ജോബ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് ഓരോ ജോബിൻ്റെ ഫെയർ വരുമ്പോൾ അവർക്കെല്ലാവർക്കും ജോലി ലഭിക്കാനുള്ള സൗകര്യവും ഇവിടെ നിന്ന് ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ ആർപിമാരായ നീലിമ, ജിനി ജയ്സൺ എന്നിവർ ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇതിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. വൈസ് ചെയർമാൻ വി.എസ്. ദിനൽ അധ്യക്ഷത വഹിച്ചു. കെ.ആർ. ജൈത്രൻ, ടി.എസ്. സജീവൻ, ഒ.എൻ. ജയദേവൻ, പി.എൻ. വിനയചന്ദ്രൻ, ഇ.ജെ. ഹിമേഷ്, കെ.എ. വത്സല, പാർവതി സുകുമാരൻ, ജില്ലാ കോർഡിനേറ്റർ കിരൺ ദേവ്, കമ്മ്യൂണിറ്റി അംബാസഡർമാരായ നീലിമ, ജിനി, ജെയ്സൺ എന്നിവർ പ്രസംഗിച്ചു. ഭക്തിയുടെ നിറവിൽ മരുത്തോമ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി നെടുമ്പിള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി രജീഷ് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർച്ച് 25 ആറോട്ടോടെ തിരുവുത്സവം സമാപിക്കും. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ക്ഷേത്രം ട്രസ്റ്റി ഐ. സദാനന്ദൻ, കരയോഗം സെക്രട്ടറി കെ.ബി. മുരളീധരൻ, ക്ഷേത്രം സെക്രട്ടറി ഇ. ആനന്ദകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹിയിൽ നടക്കുന്ന കൺവർജൻസ് ഇന്ത്യ എക്സ്പോയിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സ്റ്റാളുകൾ ഉദ്ഘാടനം ചെയ്തു. ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് കേബിൾ സർവീസസ് ട്രൈ പ്രിൻസിപ്പൽ അഡ്വൈസർ അഭയ് ശങ്കർ വർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച കൊരട്ടി ചിറങ്ങരയിൽ ആകാശ നിരീക്ഷണവുമായി വനംവകുപ്പ്. കൂട് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി വനംവകുപ്പ് അന്വേഷണം ഊർജിതമാക്കി.
വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗാർത്ഥികളെയും തൊഴിലന്വേഷകരെയും സഹായിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ നഗരസഭ തൊഴിൽ സഹായ കേന്ദ്രം ആരംഭിച്ചു. ജോബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും ജോലിക്ക് അപേക്ഷിക്കാനും സഹായിക്കുന്നതിനായി ജോബ് ഫെസിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.